ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. UK ഗവൺമെൻറ് ഇക്കഴിഞ്ഞ ജൂലൈ 22, 2025 സ്കിൽഡ് വർക്കർ വിസയിൽ കുറേയധികം മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സ്കിൽഡ് വർക്കർ വിസയിൽ നിന്നും ഏകദേശം 111ഓളം ജോലികളെ എടുത്തു മാറ്റുകയും ചില ജോലികളെ ടെമ്പററി ഷോർട്ടേജ് ലിസ്റ്റിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ കൂടുതൽ കൺഫ്യൂഷൻസ് ഉണ്ടാവാതിരിക്കാനായിട്ട് മുമ്പ് സ്കിൽഡ് വർക്കർ വിസയിൽ ഉൾപ്പെട്ടിരുന്ന ജോലികളെ 3 കാറ്റഗറികളിലാക്കി തരംതിരിച്ച് UK ഗവൺമെൻറ് അവരുടെ പേജ് ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തിരിക്കുകയാണ്. ഹയർ സ്കിൽഡ് ജോബ്സ്, മീഡിയം സ്കിൽഡ് ജോബ്സ് ആൻഡ് ഇൻഎലിജിബിൾ. ഇതാണ് ആ 3 ജോബ് കാറ്റഗറികൾ. ഇതിനകത്ത് ഹയർ സ്കിൽഡ് കാറ്റഗറികളിലാണ് നിങ്ങളുടെ ജോബ് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഓൺലി നിങ്ങൾ ആ ജോലിക്ക് ആവശ്യമായിട്ടുള്ള സാലറി ക്രൈറ്റീരിയ നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതിയായിരിക്കും. നിങ്ങൾക്ക് സ്കിൽഡ് വർക്കർ വിസയ്ക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഡിപ്പെൻഡൻസിനെയും സാലറി ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് UK കൊണ്ടുവരാവുന്നതുമാണ്. നിങ്ങളുടെ ജോബ് ഇൻഎലിജിബിൾ കാറ്റഗറിയിലാണ് ഉൾപ്പെട്ടിരിക്കുന്നതെങ്കിൽ അതിനർത്ഥം നിങ്ങൾ വിസ സ്പോൺസർഷിപ്പിന് അർഹരല്ല എന്നതാണ്. ഇനി നിങ്ങളുടെ ജോബ് മീഡിയം സ്കിൽഡ് കാറ്റഗറിയിലാണ് ഉൾപ്പെട്ടിരിക്കുന്നതെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. ഒരുപാട് ചാനലുകളിൽ വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻ വന്ന ഒരു ജോബ് കാറ്റഗറിയാണ് ഈ ഒരു മീഡിയം സ്കിൽഡ് ജോബ് കാറ്റഗറി എന്ന് പറയുന്നത്. ശരിക്കും ഈ ഒരു മീഡിയം സ്കിൽഡ് ജോബ്സിനകത്ത് ഗവൺമെൻറ് മുമ്പ് സ്കിൽഡ് വർക്കർ വിസയിൽ നിന്ന് അവരെ എടുത്തു മാറ്റിയ 111 ജോലികളും ടെമ്പററി ഷോർട്ടേജ് ലിസ്റ്റിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുള്ള ജോലികളും ഇൻക്ലൂഡ് ആവുന്നത് കൊണ്ടാണ് ഈ ഒരു കൺഫ്യൂഷൻ ശരിക്കും വന്നിട്ടുള്ളത്. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. 3231 ഹയർ ലെവൽ ടീച്ചിങ് അസിസ്റ്റൻറ്റ് ജോബ്സ് ആണ് ഈ ഒരു ജോബ് കാറ്റഗറിക്ക് അണ്ടറിൽ വരുന്നത്. ഈ ജോലി നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു മീഡിയം സ്കിൽഡായിട്ടുള്ള ജോലിയാണ്. എന്നാൽ നിങ്ങൾ ടെമ്പററി ഷോർട്ടേജ് ലിസ്റ്റിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ജോലി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതല്ല. അതുപോലെ 3544 ഡേറ്റ അനലിസ്റ്റ് ജോലികളാണ്. ഇതും മീഡിയം സ്കിൽഡ് ആയിട്ടുള്ള ജോലികളാണ്. എന്നാൽ ഈ ജോലി നിങ്ങൾക്ക് ടെമ്പററി ഷോർട്ടേജ് ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുകയും ചെയ്യും. അതായത് ഹയർ ലെവൽ ടീച്ചിങ് അസിസ്റ്റൻറ്റ് ജോലികൾ ടെമ്പററി ഷോർട്ടേജ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുമില്ല, മീഡിയം സ്കിൽഡ് ജോലിയാണ്, ഹയർ സ്കിൽഡ് ജോലി അല്ലതാണ്. സോ ഈ ഒരു ജോബ് കാറ്റഗറിയിലാണ് നിങ്ങളുടെ ജോലിയെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള വിസ, അതായത് 2025 ജൂലൈ 22 മുമ്പ് കിട്ടിയ വിസ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് പോകാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അതേസമയം ഡേറ്റ അനലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു മീഡിയം സ്കിൽഡ് ജോലിയാണ്, അത് ഹയർ സ്കിൽഡ് അല്ല, പക്ഷേ ടെമ്പററി ഷോർട്ടേജ് ലിസ്റ്റിൽ അത് ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് പുതിയ വിസയ്ക്ക് ഈ ഒരു ജോബ് കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റും, പക്ഷേ നിങ്ങളുടെ ഡിപ്പെൻഡൻസിനെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതല്ല. അപ്പോൾ നമ്മുടെ ഈ സ്കിൽഡ് വർക്കർ വിസയുടെ പാർട്ട് 1 വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. സെക്കൻഡ് പാർട്ട് വീഡിയോ വരുന്നുണ്ട്. ആ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്കിൽഡ് വർക്കർ വിസയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഓരോ ജോലികൾക്കും ആവശ്യമായിട്ടുള്ള സാലറി റിക്വയർമെൻറ്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ അതിൻ്റെ സെക്കൻഡ് വീഡിയോയിൽ കാണുക.